ഹലോ കുട്ടീസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 5ാം ക്ലാസ്സിലെ ഹിന്ദി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കുറച്ച് കൂട്ടുകാർക്ക് കഴിഞ്ഞ ദിവസം പരീക്ഷ കഴിഞ്ഞ് ബാക്കിയുള്ള കൂട്ടുകാർക്ക് നാളെയാണല്ലോ എക്സാം. നമുക്കപ്പോൾ കഴിഞ്ഞ പരീക്ഷയുടെ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഈ മോഡൽ തന്നെ ആയിരിക്കും ബാക്കിയുള്ള കൂട്ടുകാർക്കും വരിക. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ഗതിവിധി, അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുക. ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളായിരിക്കും. നോക്കാം. ബഗീച്ചേ മേ ഏക് സുന്ദർ ഫൂൽ ഗില, പൂന്തോട്ടത്തിലൊരു മനോഹരമായ പൂ വിരിഞ്ഞു. തബ് ദോ തിത്തലിയാമായി, അപ്പോൾ 2 പൂമ്പാറ്റകൾ അങ്ങോട്ടേക്ക് വന്നു. ഏക്ക് നീലി ഔർ ഏക്ക് പീലി, ഒന്ന് നീല കളറും ഒന്ന് മഞ്ഞ കളറും ഉള്ളതായിരുന്നു. പീലി തിത്തലി ഫൂൽ പർ ബൈഠി, മഞ്ഞ പൂമ്പാറ്റ പൂവിലിരുന്നു. നീലി തിത്തലി ഉടുത്തി രഹി, നീല പൂമ്പാറ്റ അതിലെ ഇങ്ങനെ പറന്നു നടന്നു. പീലിനെ കഹ ആവോ ദോസ്ത് ഹം മധു പീലേ, വരൂ നമുക്ക് തേൻ നുകരാം. ഇതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഫൂൽ കഹാ ഗില, പൂ എവിടെയാണ് വിരിഞ്ഞത്? എവിടെയാണ് പൂ വിരിഞ്ഞത്? ഉത്തരം ബഗീച്ചേ മേ. നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ല എങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതേ വാക്കുകൾ, ഈ ചോദ്യത്തിലുള്ള വാക്കുകൾ തന്നെ എവിടെ ഉണ്ടാകും? ഈ പാരഗ്രാഫിൽ ഉണ്ടാവും. അത് നോക്കുക. അപ്പോൾ ഇവിടെ ഫൂൽ കഹാ ഗില എന്നുണ്ട്. അപ്പോൾ ഈ ഫൂൽ ഗില എന്നുള്ള വാക്ക് നോക്കുക, ആദ്യത്തെ സെൻറ്റൻസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എവിടെയാണത്? ബഗീച്ച എന്നുണ്ട്. അപ്പോൾ ഓപ്ഷനിൽ നോക്കി ബഗീച്ച എന്ന് ഉത്തരം സെലക്ട് ചെയ്യുക. മക്കളെ, ഈ ചോദ്യത്തിൻ്റെ എല്ലാം ഉത്തരങ്ങൾ ആ ബോക്സിൽ തന്നെ ഉണ്ടാവും. ടീച്ചർ നിങ്ങൾക്ക് ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ വായിച്ചു തരുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഈ രീതിയിൽ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ചോദ്യത്തിൻ്റെ ഉത്തരവും നിങ്ങൾ കണ്ടെത്തണം. ഇനി അടുത്തത് ഗതിവിധി ദോ, രണ്ടാമത്തെ ഗതിവിധിയാണ്. ഇവിടെ ദോ സന്ദരേ എന്ന പാഠഭാഗമാണ് കൊടുത്തേക്കുന്നത്. ദോ സന്ദരേത്തെ ഏക് ദിൻ വേ ഘൂംനെ നികലെ, 2 ഓറഞ്ചുകൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവർ 2 പേരും കറങ്ങാനിറങ്ങി. ദോനോ ഹസ്തേ ലുട്ടെ ഫുദക്തേ ചലേ ജാരഹേ, അവർ 2 പേരും ചിരിച്ച് ഉരുണ്ട് കളിച്ച് നടക്കുകയായിരുന്നു. അചാനക് ഏക് ബാലു സാമ്നെ ആകയ, പെട്ടെന്നാണ് ഒരു കരടി മുന്നിലേക്ക് വന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, സന്ദരോങ്കെ സാമ്നെ കോൻ ആകയ, ആരാണ് അവരുടെ അടുത്ത് വന്നത്? നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ ചോദ്യത്തിലുള്ള പോലെ തന്നെ നോക്കുക. അപ്പോൾ എവിടെയാണ്? ലാസ്റ്റത്തെ സെൻറ്റൻസിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആരാണ്? അവിടെ നോക്കുമ്പോൾ കാണും ബാലു. ഓപ്ഷനിൽ ബാലു ഉണ്ട്. അപ്പോൾ ഉത്തരം എന്താണ്? ബാലു. അടുത്തത് 2 ഓറഞ്ചുകളും തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ്. ഈ ചോദ്യം നമ്മൾ ദോ സന്ദ്രേ എന്ന പാഠഭാഗത്തിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അറിയില്ലാത്ത കുട്ടികൾ കാണുക കേട്ടോ. മക്കളെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ കവിത തന്നെയാണ്. ഇതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ. നദി നാലിയ ക്യാ കർ രഹി ഹൈ, നദി നാലിയ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ നോക്കുക, നദി നാലിയ എന്ന് എവിടെയാണുള്ളത്? ആ വരി നോക്കുക. എന്താണ് ചെയ്യുന്നത്? ഉമഡ് രഹി ഹൈൻ. അപ്പോൾ അത് നിങ്ങൾ ഉത്തരമായിട്ട് എഴുതുക. നദി നാലിയ ഉമഡ് രഹി ഹൈൻ എന്ന് എഴുതണം. ഇതിലെ രണ്ടാമത്തെ ചോദ്യം നോക്കാം. ആശയവാലി പങ്ക്തിയാം ചുൻകർലിക്ക്, ഈ ആശയം വരുന്ന വരികൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത് വർഷ ആ ഗയി ഔർ ധർത്തി കി പ്യാസ് ബുജാതി. അപ്പോൾ നമ്മൾ എന്താണ് നോക്കേണ്ടത്? ഈ തന്നിരിക്കുന്ന വരിയിലെ അതേപോലെയുള്ള വാക്കുകൾ, അതേപോലെയുള്ള ആശയം വരുന്ന വരികൾ എവിടെയാണെന്ന് നോക്കുക. അത് കണ്ടെത്താനുള്ള എളുപ്പ വഴിയാണ് അതേപോലെയുള്ള വാക്കുകൾ എവിടെയാണെന്ന് നോക്കുക. അപ്പോൾ നോക്കിക്കേ, ആദ്യം എന്താണ്? വർഷ ആഗയി എന്നാണ്. അപ്പോൾ വർഷ ആഗയി എന്ന് ആദ്യത്തെ വരിയിൽ തന്നെ ഉണ്ട്. വർഷ ആഗയി. ബാക്കിയുള്ള ഭാഗങ്ങൾ രണ്ടാമത്തെ വരിയിലുണ്ട് അല്ലേ? തെർത്തേക്ക് സബ് പ്യാസ് ബുജായി. അപ്പോൾ ആദ്യത്തെ 2 വരികളാണ് അതിൻ്റെ ഉത്തരമായി വരിക. അടുത്തത് നോക്കിക്കേ. താലാബ് ബരേ ഹുയി ഹൈ ഔർ ബൂന്തേ നാച്ചത്തി ഹൈ. താലാബ് എന്നതിന് താല് തലയ്യ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കുക, താല് തലയ്യ, രണ്ടാമത്തെ വരിയിൽ ബൂന്തേ എന്ന വാക്കുണ്ട്. അപ്പോൾ ആ വരികളാണ് അതിൻ്റെ ഉത്തരമായി വരിക. അടുത്തത് 4ാമത്തെ ഗതിവിധിയാണ്. ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? അതിന് താഴെയായിട്ട് കുറച്ച് ഓപ്ഷൻസ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ബോൾ, ചായ്, പില്ല, ഗർ, കിതാബ്. ബോൾ എന്നാൽ പന്ത്, ചായ് ചായ, പില്ല പട്ടിക്കുട്ടി, ഗർ വീട്, കിതാബ് പുസ്തകം. ആദ്യത്തെ വരിയിൽ എന്താണ് കാണുന്നത്? ഒരു പുസ്തകമാണല്ലേ? ആ വരികൾ എഴുതിയിട്ട് പുസ്തകത്തിൻ്റെ ചിത്രത്തിൻ്റെ അവിടെ നിങ്ങൾ കിതാബ് എന്ന് എഴുതുക. അതേപോലെ തന്നെ ബാക്കി എഴുതിയതിന് ശേഷം വീടാണ് കാണുന്നത്. വീടിന് എന്താണ് പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഘർ എന്നാണ് പറയുന്നത്. അവിടെ വീടിൻ്റെ സ്ഥലത്ത് ഘർ എന്ന് എഴുതുക. എന്നിട്ട് ബാക്കി എഴുതുക. ഓരോ ചിത്രത്തിൻ്റെ അടുത്ത് എന്താണ് അതിന് നേരെ ആ കാര്യങ്ങൾ എഴുതി ഇത് കംപ്ലീറ്റ് ചെയ്യുക. സിമ്പിളാണേ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ, 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് കവിതയുടെ 2 വരികളാണ് കൊടുത്തിട്ടുള്ളത്. പാനി സേ ഹി യഹ് ജഗ് സുന്ദർ, പാനി സേ ജീവൻ ഹെ. ഇതിലെ ആദ്യത്തെ ചോദ്യം നോക്കാം. ജൽ കാ സമാനാർത്ഥക ശബ്ദ കവിതാം സേ ചുൻകർ ലിഖെ. ജൽ എന്താണ്? ജലം. ജലം എന്നതിന് സമാന അർത്ഥം വരുന്ന വാക്ക് ഏതാണെന്നാണ്. ഉത്തരം എന്താണ്? പാനി എന്നാണ്. ഇനി നോക്കിക്കേ അടുത്തത്. പാനി അമൂല്യ ഹെ, പാനി കെ മഹത്വ പർ പോസ്റ്റർ തയ്യാർ കരെ. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പാനി അമൂല്യ എന്ന് എഴുതിയിട്ട് നിങ്ങളൊരു പോസ്റ്റർ തയ്യാറാക്കണം. ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് എഴുതണേ.